നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിലേറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസായിരുന്നു പെരുമ്പാവൂർ MLA എൽദോസ് കുന്നംപള്ളിക്കെതിരെ ബലാത്സംഗ കേസിൽ പരാതി നൽകിയത്. ഏതായാലും പല രാഷ്ട്രീയ വിവാദങ്ങളും ഇതിനെ ചുറ്റിപ്പറ്റി ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ കുന്നപ്പള്ളിക്കെതിരായി ബലാത്സംഗ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലാ ക്രൈംബ്രാഞ്ചാണ് നെയ്യാറ്റിൻകര കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ഇതിൽ എഴുതിയിട്ടുള്ളത്. ബലാത്സംഗം, വധശ്രമം അടക്കം കുറ്റങ്ങളാണ് എൽദോസിനെതിരെ ചുമത്തിയിരിക്കുന്നത്. എൽദോസിനെ കൂടാതെ 2 സുഹൃത്തുക്കളും പ്രതികളാണ്. പരാതിക്കാരിയായ യുവതിയെ MLA ഒന്നിലേറെ തവണ ബലാത്സംഗം ചെയ്തെന്ന് കുറ്റപത്രത്തിൽ ആരോപിക്കുന്നുണ്ട്. അടിമലത്തുറയിലെ റിസോർട്ടിൽ വെച്ചാണ് ആദ്യം ബലാത്സംഗം ചെയ്തത്. 2022 ജൂലൈ 4-നായിരുന്നു ആദ്യ സംഭവം. തുടർന്ന് തൃക്കാക്കരയിലെ വീട്ടിലും കുന്നത്തുനാട്ടിലെ വീട്ടിലും വെച്ച് ബലാത്സംഗം ചെയ്തുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. കോവളത്ത് വെച്ച് യുവതിയെ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു. ഇതിന്റെ പേരിലാണ് വധശ്രമ കുറ്റം ചുമത്തിയത്. യുവതിയുമായി MLAക്ക് 5 വർഷത്തെ പരിചയമുണ്ടെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. കേസിൽ ആദ്യം യുവതിയുടെ പരാതി പലതവണ അവഗണിക്കുകയും ഒത്തുതീർപ്പിന് ശ്രമിക്കുകയും ചെയ്ത കോവളം CIക്കെതിരെ വകുപ്പ് തല അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. കേസ് കോവളം പോലീസിൽ നിന്നും ജില്ലാ ക്രൈംബ്രാഞ്ചിലേക്ക് കൈമാറിയ ശേഷം നൽകിയ മൊഴിയിലും പീഡന ആരോപണത്തിൽ യുവതി ഉറച്ചു നിന്നതോടെയാണ് ബലാത്സംഗ കേസെടുത്ത് അന്വേഷണം തുടങ്ങിയത്. 2022 സെപ്റ്റംബർ 28-നാണ് പെരുമ്പാവൂർ MLA എൽദോസ് കുന്നംപള്ളി ശാരീരികമായി ഉപദ്രവിച്ചെന്ന് കാട്ടി പേട്ട നിവാസിയായ അധ്യാപിക പരാതി നൽകിയത്. മദ്യപിച്ച് വീട്ടിലെത്തിയ തന്നെ ശാരീരികമായി ഉപദ്രവിച്ചുവെന്നും പിന്നീട് കാറിൽ ബലമായി കയറ്റി കോവളത്തേക്ക് കൊണ്ടുപോകുന്ന വഴി വീണ്ടും ഉപദ്രവിച്ചുവെന്നും സിറ്റി പോലീസ് കമ്മീഷണർക്ക് യുവതി പരാതി നൽകി. കേസ് കോവളം പോലീസിന് കൈമാറിയെങ്കിലും ഒക്ടോബറിലാണ് അന്വേഷണം തുടങ്ങിയത്. തുടക്കത്തിൽ കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചത് വിവാദമായിരുന്നു. കേസ് ഒത്തുതീർപ്പാക്കാൻ CI ശ്രമിച്ചെന്ന് യുവതി ആരോപിച്ചിരുന്നു. പരാതി പിൻവലിച്ചാൽ 30 ലക്ഷം രൂപ നൽകാമെന്ന് MLA വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും പിന്നീട് യുവതി വെളിപ്പെടുത്തിയിരുന്നു. കേസിൽ നിരപരാധിയാണെന്ന് കാട്ടി MLA പിന്നീട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതും വിവാദമായിരുന്നു. പണം ആവശ്യപ്പെട്ടപ്പോൾ നിരസിച്ചതിനെ തുടർന്നാണ് പരാതിയുമായി പോലീസിനെ സമീപിച്ചതെന്നാണ് എൽദോസ് ആരോപിച്ചത്. തിരുവനന്തപുരത്തെ സ്കൂളിലെ അധ്യാപികയായ യുവതിയാണ് കോൺഗ്രസ് നേതാവും പെരുമ്പാവൂർ MLAയുമായ എൽദോസ് കുന്നംപള്ളിക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കോവളത്ത് വെച്ച് യുവതിയെ MLA മർദ്ദിച്ചുവെന്നും പരാതിയിൽ പറയുന്നുണ്ട്. കോവളം സൂയിസൈഡ് പോയിന്റിന് സമീപത്ത് വെച്ചായിരുന്നു ഈ ഒരു സംഭവം. ഒരുമിച്ച് വാഹനത്തിൽ യാത്ര ചെയ്യുന്നതിനിടെ വാക്കേറ്റത്തെ തുടർന്ന് MLA മർദ്ദിച്ചെന്നാണ് പരാതി. സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതി കോവളം പോലീസ് സ്റ്റേഷനിലേക്ക് ഫോർവേഡ് ചെയ്യുകയായിരുന്നു. അവർ പിന്നീട് ഈ കേസിൽ അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. വ്യക്തിപരമായി സൗഹൃദമുള്ള MLA തന്നെ അകാരണമായി മർദ്ദിച്ചുവെന്നാണ് യുവതി പരാതിയിൽ പറയുന്നത്. എന്നാൽ കോവളത്ത് പോയിരുന്നോ എന്നും അധ്യാപികയെ അറിയുമോ എന്നുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തോട് പ്രതികരിക്കാൻ MLA തയ്യാറായില്ല. ഞാൻ ആരെയും മർദ്ദിച്ചിട്ടില്ല, ആരെയും മർദ്ദിക്കുന്ന ആളല്ല, പോലീസിന് യുവതി കൊടുത്തതെന്ന് പറയുന്ന പരാതി കണ്ടിട്ടില്ല, പോലീസ് വീട്ടിൽ വിളിച്ച് ചോദ്യം ചെയ്തിട്ടില്ല എന്നുള്ള തീരുമാനത്തിലും അതുപോലെ തന്നെ നിലപാടിലും എൽദോസ് കുന്നംപള്ളി ഉറച്ചു നിൽക്കുകയായിരുന്നു.